ക്വാളിറ്റി, ഇന്നോവേഷൻ ആൻഡ് പ്രാക്ടിക്കൽ പെയിന്റിംഗ്. ഇതാണ് പാപ്പിലോൺ പെയിന്റ്സിന്റെ മുഖമുദ്ര. കഴിഞ്ഞ 8 വർഷമായി ഈ ആശയം നടപ്പിലാക്കുന്ന ദ വിഷണറി MD ഓഫ് പാപ്പിലോൺ പെയിന്റ്സ് ശ്രീ വിനോദ് സാറാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. സക്സസ്ഫുൾ എന്റർപ്രണർ വിനോദ് സാറിന്റെ പെയിന്റിംഗ് ഇൻഡസ്ട്രിയിലുള്ള വാസ്റ്റ് എക്സ്പീരിയൻസിനെ പറ്റി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ് സർ, വെൽക്കം. താങ്ക് യു. സർ, ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, കഴിഞ്ഞ പാസ്റ്റ് 8 years ആയിട്ടുള്ള സാറിന്റെ ജേണി ഒപ്പം പാപ്പിലോൺ പെയിന്റ്സിന്റെ, ഹൗ ഡു യു ഫീൽ നൗ? ഓക്കെ, ഇറ്റ്സ് ഗുഡ് ക്വസ്റ്റ്യൻ. പാപ്പിലോൺ പെയിന്റ്സ് 2018 പാപ്പിലോൺ പെയിന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകളിൽ നിന്നും കുറച്ചുകൂടി നല്ല ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് നല്ല പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുക, സപ്ലൈ ചെയ്യുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പാപ്പിലോൺ പെയിന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെൽ, ഇത് തുടങ്ങുന്ന സമയത്ത് വളരെ ചെറിയ ലെവലിലാണ് നമ്മൾ തുടങ്ങിയത്. ഇന്ന് 8 കൊല്ലം കൊണ്ട് പാപ്പിലോൺ പെയിന്റ്സ് ഒത്തിരി എസ്റ്റാബ്ലിഷ്ഡ് ആയി. പുതിയ പ്രോഡക്റ്റ്, ഇന്നോവേറ്റീവ് പ്രോഡക്റ്റുകൾ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റി. ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റുകൾ ഒത്തിരി നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാക്ടറി മുംബൈയിലാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് കറുകുറ്റിയിലാണ്, അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിന് ഓപ്പോസിറ്റ്. ദെൻ വി ഹാവ് എക്സ്പാൻഡഡ്, നല്ല രീതിയിൽ നമ്മൾ എക്സ്പാൻഷൻ ആയി. ഒരു 100 ഫാക്ടറി ഔട്ട്ലെറ്റ് എന്നുള്ളൊരു മിഷനുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാപ്പിലോൺ പെയിന്റ്സ്. ഗുഡ്. സാർ ഇപ്പൊ പറഞ്ഞത് 8 വർഷത്തെ പാപ്പിലോൺ പെയിന്റ്സിന്റെ ജേണിയാണ്. പക്ഷെ സാറിന്റെ ജേണിയിലേക്ക് വരുമ്പോൾ അത് 8 വർഷമല്ല, ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് 30 years അല്ലേ, അക്രോസ് ദ വേൾഡ് അല്ലേ? എങ്ങനെയാണ് ആ ഒരു ജേണി? വെൽ, എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഷ്യൻ പെയിന്റ്സിൽ നിന്നാണ്, ഇന്ത്യയിൽ, ബാക്ക് ഇൻ മുംബൈ. അതിന് ഒരു 4-5 കൊല്ലത്തിന് ശേഷം ഐ മൂവ് ടു മിഡിൽ ഈസ്റ്റ്. ഞാനൊരു 20 years മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്നു. ഈ മിഡിൽ ഈസ്റ്റിൽ ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് എക്സോ നോബൽ എന്നൊരു കമ്പനിയാണ്. എക്സോ നോബൽ ആയിരുന്നു ലാർജസ്റ്റ് പെയിന്റ് മാനുഫാക്ചറിംഗ് കമ്പനി അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അതിനുശേഷം ഐ മൂവ് ടു കൻസായ് മിഡിൽ ഈസ്റ്റ്. കൻസായ് ജപ്പാനീസ് കമ്പനിയാണ്. ഐ വാസ് റിപ്പോർട്ടിംഗ് ടു ഒസാക്ക ഇൻ ജപ്പാൻ. പിന്നെ ഞാൻ BASF ലാർജസ്റ്റ് കെമിക്കൽ കമ്പനി ഇൻ ദ വേൾഡ് ആണ്. അതിലേക്ക് മാറി ഞാൻ. അന്ന് ഡസൽഡോഫ് അടുത്ത് മുൻസ്റ്ററിലായിരുന്നു എൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നത്. ദാറ്റ് വാസ് മൈ ലാസ്റ്റ് കമ്പനി ഇൻ മൈ കരിയർ. എൻ്റെ കരിയറിൽ അവസാനത്തെ കമ്പനിയായിരുന്നു BASF. ഞാൻ 2 സ്റ്റാർട്ടപ്സ് എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുണ്ട് ഫോർ മൾട്ടിനാഷണൽ കമ്പനീസ്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് രണ്ടും നല്ല സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടിയ ഊർജ്ജമാണ് എനിക്ക് എൻ്റെതായിട്ട് ഒരു എന്റർപ്രണർ ലെവലിൽ പാപ്പിലോൺ പെയിന്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നിച്ചതും ചെയ്തതും. തീർച്ചയായിട്ടും. സാർ, ഇപ്പോൾ പാപ്പിലോൺ പെയിന്റ്സ് ഇപ്പോൾ കഴിഞ്ഞ മാസം കറൂറ്റിയിൽ ഫാക്ടറി ഔട്ട്ലെറ്റ് തുടങ്ങി, കോർപ്പറേറ്റ് ഓഫീസ് തുടങ്ങി. സാർ ഇപ്പോൾ പറയുണ്ടായി ഇനി 100ഓളം ഒരു ഫ്രാഞ്ചൈസീസ് തുടങ്ങാനായിട്ടുള്ള പ്ലാൻ ഉണ്ട്. വേറെ എന്തൊക്കെയാണ് പാപ്പിലോൺ പെയിന്റ്സിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? പാപ്പിലോൺ പെയിന്റ്സ് ഞാൻ പറഞ്ഞതുപോലെ 8 കൊല്ലത്തിന് ശേഷം നമ്മൾ എസ്റ്റാബ്ലിഷ് ആയി ഒരു സക്സസ്ഫുൾ ലൈനിൽ നമ്മൾ എത്തിയതിനു ശേഷമാണ് നമ്മൾ ഇപ്പോൾ 100 ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മളുമായിട്ട് സഹകരിക്കുന്ന ഓരോ വ്യക്തിനെയും ഒരു മൈക്രോ എന്റർപ്രണർ ലെവലിൽ അവരെ വളർത്തി കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ 20 കൊല്ലം പ്രവാസിയായിട്ട് ഗൾഫിൽ വർക്ക് ചെയ്ത മനുഷ്യനാണ് ഞാൻ, ദുബായിൽ. ഒരു പ്രവാസി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴുള്ള ആ ഒരു പ്രാക്ടിക്കൽ അഡാപ്റ്റബിലിറ്റിയുടെ ബുദ്ധിമുട്ട് എനിക്കറിയാം. എന്ത് ചെയ്യും ഞാൻ നാട്ടിൽ പോയി, എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങേണ്ടത്, ഈ വക ഒരുപാട് ക്വസ്റ്റ്യൻസ് ആളുടെ മനസ്സിലുണ്ടാവും. കാരണം ആള് നാട്ടിൽ ഒരു വീടും കാര്യങ്ങളൊക്കെ വെച്ച് എസ്റ്റാബ്ലിഷ് ആയി. പക്ഷെ നാട്ടിൽ തിരിച്ചു വന്നാൽ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആ ജോലിയൊന്നും നാട്ടിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ആൾക്ക് അവിടെ നിലനിന്ന് പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നോക്കിയിട്ടാണ് പലരും തിരിച്ചു വരാനായിട്ട് മടിക്കുന്നത് പോലും. ഇപ്പോൾ പുതിയ നിലവിലെ സാഹചര്യം ഗൾഫിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തിരിച്ചു വന്നേ പറ്റൂ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ എത്തിപ്പെട്ടുള്ള പല വ്യക്തികളുമുണ്ട്. ഇവർക്കൊക്കെ ഒരു പാപ്പിലോണായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു സെറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, വലിയതല്ല, ചെറിയൊരു രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി പാപ്പിലോൺ പെയിന്റ്സിന്റെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് എടുക്കുകയാണെങ്കിൽ അവർ പാപ്പിലോണിന്റെ ഒരു ഭാഗമായി. ഓക്കെ, അവർക്ക് വേണ്ട എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും ബാക്കി എല്ലാ സപ്പോർട്ടും അവർക്ക് ചെയ്തു കൊടുക്കാൻ പാപ്പിലോൺ തയ്യാറാണ്. അവർ ഏത് സ്ഥലത്താണോ കേരളത്തിലുള്ളത് അതിനടുത്ത് തന്നെ അവർക്കൊരു പാപ്പിലോൺ പെയിന്റിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പാപ്പിലോൺ പെയിന്റിന്റെ എല്ലാ സപ്പോർട്ടോടുകൂടി അവർക്ക് നിലനിന്ന് പോകാനും വളരാനും ഉള്ളൊരു സാഹചര്യമുണ്ട്. ആര് നമ്മുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാലും 18 മാസത്തിനുള്ളിൽ അവൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അവന് തിരിച്ചു കിട്ടണം. ഇതാണ് നമ്മുടെ പ്ലാൻ. അതിന് വേണ്ട ആത്മാർത്ഥമായിട്ടുള്ളൊരു സഹകരണം, സപ്പോർട്ടും കൊടുക്കാൻ പാപ്പിലോൺ പെയിന്റ്സ് തയ്യാറാണ്. ഞാൻ പറഞ്ഞ 20 കൊല്ലം ഒരു പ്രവാസിയായിട്ട് വർക്ക് ചെയ്ത മനുഷ്യനാണ് ഞാൻ. എനിക്കതിന്റെ റിയൽ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം. അപ്പം നമ്മുടെ കൂടെ വരുന്ന ആള് ചേർത്ത് പിടിച്ച് അവനൊരു ജീവിത മാർഗവും കംഫർട്ടബിൾ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ്സും എൻഷുർ ചെയ്യാനായിട്ടാണ് പാപ്പിലോൺ പെയിന്റ്സ് നോക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ബാക്കിയുള്ളവരായാലും പ്രവാസി എന്നല്ല, എല്ലാവർക്കും അവരുടേതായ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനും മുന്നോട്ട് വരാനും ആഗ്രഹമുണ്ട്. അവർക്കൊക്കെ പാപ്പിലോൺ പെയിന്റ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവും.
പാപ്പിലോൺ പെയിന്റ്സിന്റെ ഔട്ട്ലെറ്റ്സ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കൊക്കെയാണ് താല്പര്യമുള്ളവർക്ക് അസോസിയേറ്റ് ചെയ്യാൻ, ജോയിൻ ചെയ്യാം. ഒത്തിരി എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്. ആ വ്യക്തി നമ്മളോടായിട്ട് സഹകരിച്ച് നമ്മുടെ പ്രിൻസിപ്പിൾസിനോട് ചേർന്ന് പോകാൻ താല്പര്യമുള്ളതാണ് ഡെഫിനറ്റ്ലി വിൽ സപ്പോർട്ട് ദം. അങ്ങനെ ഒരു 100 ഔട്ട്ലെറ്റ് എനിക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ അറ്റ് ദ സ്റ്റേജ്. അതും പ്രത്യേകം ഞാൻ പറയട്ടെ. അതിനുശേഷമേ നമ്മൾ സബ്സിക്വന്റ് ആയിട്ടുള്ള പ്ലാനുകൾ വരുള്ളൂ. നമ്മുടെ പെയിന്റ് എല്ലാം അപ്ലൈ ചെയ്യുന്ന പെയിന്റേഴ്സ് ആണ്. അവർ കഷ്ടിച്ചങ്ങ് ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ നിലവിലെ ജീവിത ചെലവുകളും കാര്യങ്ങളെല്ലാമായിട്ട്. ഇവർക്കൊക്കെ ഒരു കരുതലായിട്ട് പലർക്കും ഞാൻ അവരോട് ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു ഇൻഷുറൻസ് സ്കീമൊന്നും അവർക്ക് ഞാൻ കണ്ടിട്ടില്ല. പാപ്പിലോൺ പെയിന്റ്സ് അതിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പെയിന്റേഴ്സിന് നമ്മളൊരു ഇൻഷുറൻസ് സ്കീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന വർഷം 1 കോടി രൂപ പെയിന്റേഴ്സിന്റെ ഇൻഷുറൻസിനും ബെനിഫിറ്റ്സിനും വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. നമ്മളോട് ചേർന്ന് നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് ഭംഗിയായിട്ട് അപ്ലൈ ചെയ്ത് എല്ലാവരിലും ഒരു അപ്രീസിയേഷൻ ഉണ്ടാക്കുന്ന പെയിന്റേഴ്സിനെ എന്തുകൊണ്ട് നമ്മുടെ കൂടെ ചേർത്ത് നിർത്തിക്കൂടാ? അവര് നമ്മുടെ ഫാമിലിയുടെ ഒരു ഭാഗമാണല്ലോ. സാർ, ഒരു സാധാരണ കസ്റ്റമർ എന്ന നിലയിൽ അവരുടെ ചോദ്യമായിരിക്കും എന്തുകൊണ്ടാണ് പാപ്പിലോൺ പെയിന്റ്സ് ചൂസ് ചെയ്യണമെന്ന്. എന്താണ് സാറിന് അവരോട് പറയാനുള്ളത്? റൈറ്റ്. പാപ്പിലോൺ പെയിന്റ്സ് ഒരു അംബിഷനും ഒരു റിയലി യൂസ്ഫുൾ ആയിട്ട് ജനങ്ങൾക്ക് വരുന്ന രീതിയിൽ വേണമെന്ന ആഗ്രഹത്തോടു കൂടി, ഒരു പാഷനോട് കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് പാപ്പിലോൺ പെയിന്റ്സ്. ഒരു കസ്റ്റമറിന് എന്താ വേണ്ടത്? ഏറ്റവും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് മിതമായ വിലയിൽ അവനത് ലഭ്യമാകണം. ഈ ആസ്പെക്ട്സ് നമ്മുടെ പ്രോഡക്റ്റിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിന്ന് ക്വാളിറ്റിയാണ് ദ ഫസ്റ്റ് വൺ. ക്വാളിറ്റി ഇല്ലെങ്കിൽ ഒന്നുമില്ല. ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ഒന്നിനും കാര്യമില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ ആദ്യം ഏറ്റവും പ്രയോറിറ്റി കൊടുത്തുള്ളത് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് റോ മെറ്റീരിയൽസ്. നമ്മുടെ ഈ ലോകത്ത് കിട്ടാവുന്ന ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ പാപ്പിലോൺ പെയിന്റ്സിൽ ഉപയോഗിക്കുന്നത്. മറ്റുള്ള പ്രോഡക്റ്റുകളെക്കാളും നമുക്ക് ഒരു 15-20% കൂടുതൽ കവറേജ് നമുക്ക് കിട്ടും നമ്മുടെ പ്രോഡക്റ്റുകൾക്ക്. അതിന്റെ അർത്ഥം എന്താണ്? റിയലി അതെങ്ങനെ എഫക്ട് ചെയ്യുന്നത്? മറ്റുള്ളൊരു കമ്പനിയുടെ പെയിന്റ്, ഒരേ ക്വാളിറ്റി ഉള്ള പെയിന്റ് എടുത്തിട്ട് അത് 20 ലിറ്ററിൽ അത് പെയിന്റിങ് നടക്കുന്നത് നമ്മുടെ 18 ലിറ്ററിൽ ആ പെയിന്റിങ് ജോബ് കംപ്ലീറ്റ് ആവും. അവിടെ നിങ്ങൾക്ക് ഒരു 10% അതിന് മേലെയുള്ള സേവിങ് നിങ്ങൾക്ക് കിട്ടുകയാണ്. അടുത്തത് പ്രൈസ്. ഒരു 15% പ്രൈസ് കുറവ് വരുന്നു, ഒരു 10-15% കവറേജ് കൂടുതൽ കിട്ടുന്നു. ഇത് രണ്ടിനും നട്ഷൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രോജക്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പാപ്പിലോൺ പെയിന്റ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു 25% സേവിങ് ഉണ്ടാവും നമുക്ക്. സർ, പാപ്പിലോൺ പെയിന്റ്സിന്റെ ടീമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പാപ്പിലോൺ പെയിന്റ്സ് ചെയ്ത ഒരുപാട് പ്രോജക്ട്സിനെ പറ്റി ഡീറ്റെയിൽസ് അറിഞ്ഞായിരുന്നു. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്തത് നമ്മുടെ ചാലക്കുടി പള്ളിയിലത്തെ മണിമാളികയിലുള്ള പെയിന്റിങ് കാര്യങ്ങളൊക്കെയാണ്. കാരണം ഞാനൊരു ചാലക്കുടിക്കാരിയാണ്. അപ്പൊ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ഇപ്പൊ 2 വർഷമായി, 2 സീസൺ കഴിഞ്ഞിട്ട് പോലും അതിന്റെ തലയെടുപ്പോട് കൂടി ഇപ്പോഴും അത് അവിടെ ഉണ്ട്. എന്താണ് അതിന്റെ ഒരു സീക്രട്ട്? ഗുഡ് ക്വസ്റ്റ്യൻ. അത് ഞാനും മോണിറ്റർ ചെയ്യുന്നതാണ്. പ്രീമിയം ഗ്രേഡ് പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ആന്റി ഫംഗൽ അഡിറ്റീവിന്റെ എക്സ്ട്രാ ഡോസേജ് നമ്മുടെ പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ടാണ് അതുപോലെ പൂപ്പിലായി പിടിക്കാതെ ഇതുപോലെ നിൽക്കുന്നത് ആ പ്രോഡക്റ്റ്. ആഫ്റ്റർ 8 years നമ്മുടെ പ്രോഡക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് കേരള മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ആയി. നൗ വി ആർ ഇൻ എക്സ്പാൻഷൻ മോഡ്. നമ്മളൊരു എക്സ്പാൻഷൻ മോഡിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. സാർ, ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് പാപ്പിലോൺ പെയിന്റ്സ് എന്ന പേര് വന്നത്? എന്തായിരുന്നു അതിന്റെ പിന്നിലെ ആ ഒരു ഇൻസ്പിറേഷൻ? ഒത്തിരി ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. പാപ്പിലോൺ പെയിന്റ്സ്, ദ വേർഡ് പാപ്പിലോൺ ഇറ്റ്സ് എ ഫ്രഞ്ച് വേർഡ്. അതിന്റെ അർത്ഥം ബട്ടർഫ്ലൈ, ചിത്രശലഭം എന്നാണ്. ഇതൊരു പെയിന്റ് ഇൻഡസ്ട്രിയാണ്. പെയിന്റ് ഇൻഡസ്ട്രിയിൽ പെയിന്റിലാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. പെയിന്റിന് നമുക്ക് വേണ്ടത്, പാപ്പിലോണിന്റെ പ്രത്യേകത എന്താണ്? ബട്ടർഫ്ലൈയുടെ പ്രത്യേകതയാണ് ആസ്തറ്റിക് അപ്പീൽ. അതായത് ബട്ടർഫ്ലൈക്ക് എല്ലാ കോസി കളേഴ്സും വൈബ്രന്റ് കളേഴ്സും ബട്ടർഫ്ലൈക്ക് സ്യൂട്ട് ആവും. ബട്ടർഫ്ലൈ പല തരത്തിലുള്ള കളറുകൾ നമ്മൾ കാണും. സോ ഇറ്റ് ഈസ് സംതിങ് യുണീക്ക്. ഒരു ആസ്തറ്റിക് അപ്പീലിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്രീച്ചറാണ് ബട്ടർഫ്ലൈ. പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ബട്ടർഫ്ലൈക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രോഡക്റ്റ് റേഞ്ചിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പരിസ്ഥിതി സൗഹാർദ്ദമായ, മനുഷ്യനും ജീവജാലങ്ങൾക്കും പരിസ്ഥിതിക്കും ദോഷകരമല്ലാത്ത പ്രോഡക്റ്റുകൾ കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പാപ്പിലോൺ പെയിന്റ്സ് ഉദ്ദേശിക്കുന്നത്. വെരി ഗുഡ്. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയയും അതുപോലെ തന്നെ പേരും. റിയലി നൈസ്. സാർ, നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സാർ ഒരു സക്സസ്ഫുൾ എന്റർപ്രണർ മാത്രമല്ല, സാർ ഒരു സക്സസ്ഫുൾ ഒരു ഹ്യൂമൻ ബീയിങ് കൂടിയാണ്. ഐ എം സോ ബ്ലെസ്ഡ് ടു ഹോസ്റ്റ് ദിസ് ഇന്റർവ്യൂ. എനിവേ, സാറിന്റെ വിഷൻ ആയാലും സാറിന്റെ വേർഡ്സ് നമ്മുടെ പുതിയ തലമുറയ്ക്കായാലും പുതിയതായിട്ട് സക്സസ്ഫുൾ ആവാനായിട്ട്, സക്സസ്ഫുൾ ബിസിനസ് മാൻ ഒക്കെ ആവാനായിട്ട് കാത്തിരിക്കുന്ന ഏതൊരു വ്യക്തിക്കായാലും അവർക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. കീപ് ഗോയിങ് സർ, ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.